നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. അശ്ലീല വീഡിയോ നിർമ്മിച്ച് വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളായി പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് LDF കൺവീനർ EP ജയരാജൻ. തന്റെ ഭാര്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഇതല്ല മാന്യത എന്ന് VD സതീശൻ മനസ്സിലാക്കണമെന്നും ഇങ്ങനെയൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ഗതികേടെന്നും EP ജയരാജൻ വിമർശിച്ചു. അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് VD സതീശൻ. എൻ്റെ ഭാര്യയുടെ തല വെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി? എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ കഷ്ടകാലം ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായത്. വൈദേഹം കമ്പനിയിൽ ഭാര്യ നിക്ഷേപിച്ച പണം തിരികെ ലഭിച്ചാൽ പിന്മാറുമെന്ന് EP ജയരാജൻ. നിരാമയയുമായുള്ള ബന്ധം വൈദേഹം കമ്പനിയോട് ചോദിക്കണം. താൻ ബിസിനസ്സുകാരനല്ല, രാഷ്ട്രീയക്കാരനാണെന്നും EP ജയരാജൻ പറഞ്ഞു. അത് നിങ്ങൾ ചോദിക്കേണ്ടത് ആ കമ്പനിയോട് ചോദിക്കുക. എനിക്ക് കമ്പനിയുടെ വക്താവല്ലേ. ഒന്ന് നിരാമയ എന്ന് പറയുന്നവരോട് അവരോട് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏതെങ്കിലും കമ്പനീൻ്റെ കാര്യം പറയേണ്ട ബാധ്യതയില്ല. അത് എനിക്കറിയേണ്ട കാര്യമില്ല. അത് അവരുടെ ബിസിനസ്. നിരാമയ ഉണ്ടെങ്കിൽ നിരാമയയുടെ ബിസിനസ്, വൈദികം ഉണ്ടെങ്കിൽ വൈദികത്തിൻ്റെ ബിസിനസ്. എനിക്കിതിലൊന്നും ഭാഗവാക്കാകേണ്ട ഒരു കാര്യമില്ല. ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. എനിക്കങ്ങനെ ബിസിനസ് നടത്തേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ്സുകാരനുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. ജനിച്ചത് മുതൽ ഞാൻ രാഷ്ട്രീയത്തിലാണ്. EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിരയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. തിരുവനന്തപുരം DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തത്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം താൻ ഇരിക്കുന്നതായി വ്യാജ ചിത്രം പ്രചരിപ്പിച്ചുവെന്നാണ് PK ഇന്ദിരയുടെ പരാതി. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഈ പരാതിയിലേക്ക് വരുന്നതിന് മുൻപ് EP ജയരാജൻ എന്നുന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ എന്താണ്? വേണു, ഈ വൈദേഹം റിസോർട്ട്, വൈദേഹം ആയുർവേദ റിസോർട്ടിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ആയുർവേദ ചികിത്സയുടെ നടത്തിപ്പ് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള നിരാമയയ്ക്ക് കൈമാറിയിരുന്നു. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഷ്ട്രീയ ആരോപണമായി തന്നെ ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ അന്തർധാര മാത്രമല്ല, കച്ചവട ബന്ധവും EP ജയരാജനുണ്ട്. BJP CPIM ബന്ധത്തിന് ഇടനില നിൽക്കുന്നത് EP ജയരാജനാണ് എന്നതായിരുന്നു ആ ആരോപണം. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് EP ജയരാജൻ പ്രധാനമായും പ്രതിപക്ഷ നേതാവിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. പല തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അശ്ലീല വീഡിയോ നിർമ്മിച്ചു. ഒപ്പം ഈ കാര്യത്തിൽ ഇതിൽ തന്നെ ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിലൊരു ചിത്രം ഉയർത്തിക്കാട്ടിയാണ് EP പറഞ്ഞത് തൻ്റെ ഭാര്യ രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിക്കുന്നു എന്ന മട്ടിൽ തല വെട്ടി മാറ്റി ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അങ്ങേയറ്റം നികൃഷ്ടമായ രാഷ്ട്രീയമാണ് VD സതീശൻ പയറ്റുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പയറ്റുന്നത്. അങ്ങനെ തന്നെ വ്യക്തിപരമായി ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതിൽ പല ചിത്രങ്ങളും, ഈ സ്റ്റാഫുമായി നിൽക്കുന്ന ഫോട്ടോ അടക്കം പല ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി പല ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു. അതിൽ ഒരു ചിത്രം ചൂണ്ടിക്കാണിച്ചാണ് EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിര കണ്ണൂർ വളപട്ടണം പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് താൻ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിക്കുന്നു, അവിടെ ഒപ്പം ഇരിക്കുന്നതായ ഒരു ചിത്രം, മറ്റാരോ ഇരിക്കുന്ന ഒരു ചിത്രമാണ്, അത് വ്യാജമായി തൻ്റെ ഫോട്ടോ ചേർത്ത് പ്രചരിപ്പിച്ചു എന്നതാണ് അവരുടെ പരാതി. ആ പരാതിയിന്മേൽ തിരുവനന്തപുരം DCC അംഗം ജോസഫ് ഡിക്രൂസ് എന്നയാൾക്കെതിരെ കണ്ണൂർ വളപട്ടണം പോലീസ് കേസെടുത്തിട്ടുണ്ട്. 4 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വ്യാജരേഖ ചമയ്ക്കൽ, കലാപശ്രമം, ഒപ്പം സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ ചിത്രങ്ങളും പ്രചരിപ്പിക്കൽ, അതുവഴി ദുഷ്കീർത്തി പ്രചരിപ്പിക്കൽ എന്നൊക്കെയാണ് ആ വകുപ്പുകൾ അതിലുള്ളത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് താനൊരു ബിസിനസ്സുകാരനല്ല, EP ജയരാജന്റെ കുടുംബത്തിനാണ് വൈദേഹം റിസോർട്ടിൽ മുഖ്യ ഓഹരി പങ്കാളിത്തം ഉള്ളത്. ആ ഓഹരികൾ, അതായത് EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിരയ്ക്കാണ് മുഖ്യ ഓഹരി ഉള്ളത്. ആ ഓഹരികൾ വിറ്റഴിക്കും. താനൊരു ബിസിനസ്സുകാരനല്ല, അതിന് ചെലവഴിച്ച പണം കിട്ടിയാൽ അത് വിറ്റഴിക്കും. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളില്ല. അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കച്ചവട ബന്ധമില്ല. വൈദേഹം സ്വന്തം നിലയ്ക്ക്, അതിൻ്റെ മുഖ്യ ഉപദേഷ്ടാവാണ് EP ജയരാജൻ. പക്ഷേ അതൊരു ഓട്ടോണമസ് ആയി തന്നെ സ്വന്തം നിലയ്ക്ക് തന്നെ ഭരിക്കപ്പെടുന്ന ഒന്നാണ്. അവർ അങ്ങനെ ഒരു ധാരണ, ഒരു കരാർ, ഒരു മാനേജ്മെന്റ് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ഒരു കരാറുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് വൈദേഹം സ്വന്തം നിലയ്ക്ക് ഒരു എഗ്രിമെൻ്റ് വെക്കുന്നു. നിരാമയ വരുന്നു. നിരാമയ അവിടെ ആയുർവേദ ചികിത്സയുടെ നടത്തിപ്പാണ് അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ നേരിട്ട് കാണുകയോ ഫോൺ വഴിയോ അല്ലാതെയോ ഉള്ള ഏതെങ്കിലും പരിചയം രാജീവ് ചന്ദ്രശേഖറുമായി ഇല്ല. ഇത്തരം ആരോപണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത്
5 NDA സ്ഥാനാർത്ഥികളെ അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞു. അവർ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന മട്ടിൽ അഭിപ്രായം പറഞ്ഞു എന്നിടത്തു നിന്നാണ് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം. അത് കോൺഗ്രസ് ഏറ്റുപിടിക്കുകയും പ്രതിപക്ഷം ഒന്നടക്കം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം അങ്ങനെ പുകഴ്ത്തി പറയുന്നത് ബിസിനസ് ബന്ധം ഉള്ളതുകൊണ്ടാണ്. കെ സുധാകരൻ അടക്കം അങ്ങനെ ബിസിനസ് ബന്ധമുള്ളവരെ പുകഴ്ത്തിയല്ലേ പറയുകയുള്ളൂ എന്ന് പറയുന്നു. ഒപ്പം അതിന് പിന്നാലെ ആണ് ഈ ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നത്. അങ്ങനെ വ്യാജമായി നിർമ്മിച്ച ചിത്രം തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കുന്നതിന് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. അതിന്റെ പിന്നിലും വി ഡി സതീശനാണ്. ശരി സജോ, ഈ വ്യാജ ചിത്രം, അശ്ലീല വീഡിയോ, ആ കാര്യങ്ങളിലൊക്കെ സതീശന്റെ പങ്കാളിത്തം, ഇങ്ങനെയൊക്കെ EP ജയരാജൻ പറയുന്നുവെങ്കിലും ഇന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ ഒരു കാര്യം വ്യക്തമല്ലേ? CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു, ഇങ്ങനൊരു ആരോപണം വന്നിരിക്കുന്നത് EP ജയരാജൻ തന്നെ വിശദീകരിക്കും. യഥാർത്ഥത്തിൽ VD സതീശനെ ലാക്കാക്കിയാണെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പ്രകാരമുള്ള ഒരു വിശദീകരണമല്ലേ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ യഥാർത്ഥത്തിൽ EP ഉദ്ദേശിച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ നടാടെ ഭാര്യയുടെ ഓഹരി വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ ഭാഗമായി ആ വിറ്റഴിക്കൽ കഴിഞ്ഞാൽ ഈ ഉദ്യമത്തിൽ നിന്ന് അവരും പിന്മാറും എന്ന വിശദീകരണം EP നൽകാൻ നിർബന്ധിതമായിരിക്കുന്നത്? വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EP ജയരാജനെ ഏതെങ്കിലും നിലയ്ക്ക് പ്രതിരോധിക്കാൻ CPIM എന്ന പാർട്ടി തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ സൈബർ വിങ് പോലും EP ജയരാജന് വേണ്ടി ശബ്ദിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതായത് EP ജയരാജൻ സ്വന്തം നിലയ്ക്ക് ചില വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു, പരാമർശങ്ങൾ പലപ്പോഴും വിവാദമാകുന്നു. ഒപ്പം വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് പലതരം ചർച്ചകൾ ഉണ്ടായതാണ്. അതടക്കം ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ നാക്കുപിഴയടക്കം വിശദീകരിച്ച് പാടുപെടേണ്ടതില്ല എന്ന നിലയിലേക്ക് CPIM സംസ്ഥാന നേതൃത്വം എത്തി. EP തന്നെ സ്വന്തം നിലയ്ക്ക് അത് വിശദീകരിക്കട്ടെ എന്ന നിലയിലാണ്. EP ജയരാജനെ തന്നെ LDF കൺവീൻ പദവിയിൽ തന്നെ നിയോഗിച്ചത് ഒരു അക്കമഡേഷൻ്റെ തന്നെ ഭാഗമാണ്. അദ്ദേഹം പലപ്പോഴും അക്കാര്യത്തിൽ ഈ അക്കമഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അമർഷം പരസ്യമായി പ്രകടിപ്പിച്ചത് പലതവണ കണ്ടതാണ്. ഈ വിവാദത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് പ്രതിരോധത്തിന് CPIM നേതൃത്വം ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, EP സ്വയം വിശദീകരിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഒപ്പം വൈദേകം റിസോർട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഒരുക്കാൻ പാർട്ടി തയ്യാറായില്ല. അത്തരം ഒരു ഘട്ടത്തിൽ അദ്ദേഹം പക്ഷേ ഇത് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. EP ജയരാജൻ ഇതേ വിവാദം നേരത്തെ ഇൻകം ടാക്സ് റെയ്ഡ് അടക്കം നടന്ന ഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണമുണ്ടായി, അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആരോപണമുണ്ടായി എന്ന തലത്തിൽ വാർത്ത പ്രചരിപ്പിച്ച വേളയിലും അദ്ദേഹം പറഞ്ഞത് തൻ്റെ കുടുംബത്തിനുള്ള ഓഹരികൾ വിറ്റഴിക്കും, അതിലേക്ക് നിക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ റിട്ടയർമെൻറ്റ് തുകയാണ്. അതായത് റിട്ടയർ ചെയ്തപ്പോൾ ലഭ്യമായ ഒരു തുകയാണ് അതിൽ നിക്ഷേപിച്ചത്. ആ തുക തിരികെ ലഭ്യമായാൽ ഇത് വിറ്റഴിക്കും എന്ന് അദ്ദേഹം മുൻപും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഓഹരി പങ്കാളിത്തമുണ്ട്. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു അത് വിറ്റഴിക്കും എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അതായത് ഇക്കാര്യത്തിൽ EP ജയരാജൻ യഥാർത്ഥത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലായിപ്പോയി. അതായത് UDFനെ പ്രതിരോധത്തിലാക്കാം എന്ന് ലക്ഷ്യമിട്ടാണോ അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പരാമർശം മുതൽ EP ജയരാജൻ സ്വന്തം നിലയ്ക്ക് കുരുക്കിൽ ചെന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അദ്ദേഹം തന്നെ പണിപ്പെടേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് EP വിശദീകരണത്തെ നമ്മൾ കാണേണ്ടത്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വൈദ്യുത ബില്ല് കുടിശ്ശികയാക്കിയതിന് പിന്നാലെ ട്രാവൻകൂർ സിമന്റ്സിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ച് KSEB 2 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്താണ് KSEBയുടെ നടപടി? വേണു, ഇന്ന് രാവിലെയാണ് ട്രാവൻകൂർ സിമന്റ്സിന്റെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചത്. ഇതിന് കാരണമായി പറയുന്നത് 2,20,00,000 പരം രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ഈ കുടിശ്ശിക അടയ്ക്കാതെ ഇനി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇതിന്റെ പേരിൽ തന്നെയാണ് ഇത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഓരോ മാസവും അടയ്ക്കേണ്ട തുക കൃത്യമായി തങ്ങൾ അടയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു വിശദീകരണം ട്രാവൻകൂർ സിമന്റ്സിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ട്രാവൻകൂർ സിമന്റ്സ്. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ കാശില്ല, അസംസ്കൃത വസ്തു ഇറക്കുമതി ചെയ്യാൻ പണമില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ സർക്കാർ അതിൽ നിന്നും ഈ കമ്പനിയെ കരകയറ്റാനുള്ള നടപടികൾ നടത്തുന്നുണ്ട്. സ്ഥലം വിറ്റ് ഇതിന്റെ പേരിലുള്ള ട്രാവൻകൂർ സിമന്റ്സിന്റെ പേരിലുള്ള കാക്കനാട് സ്ഥലം വിറ്റ് ഇതിന്റെ കടബാധ്യതകൾ തീർക്കാനുള്ള നടപടികൾ ഒരു വശത്ത് നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി KSEBയുടെ ഭാഗത്തു നിന്നും വന്നത്. KSEB വൈദ്യുതി ബന്ധം വിച്ഛേദിക്കരുതെന്ന് നേരത്തെ തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നതാണ്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച KSEBയുമായി നടത്തിയിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ മുൻകൈയെടുത്താണ് ആ ഒരു ചർച്ച നടത്തിയത്. അന്ന് ഇത്തരത്തിൽ കുടിശ്ശികയുള്ള തുക ഘട്ടം ഘട്ടമായി അടയ്ക്കാനുള്ള ഒരു സാവകാശം കൂടി കമ്പനിക്ക് നൽകിയിരുന്നു. അത് കൃത്യമായി ഏകദേശം 10 വർഷത്തോളമായി ആ കുടിശ്ശികയുണ്ട്. 2,20,00,000 രൂപയാണ്. അത് അടയ്ക്കാനുള്ള സാവകാശം കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. ആ തുക അടയ്ക്കാനുള്ള സാവകാശം നൽകുന്ന സാഹചര്യത്തിൽ അതിന്റെ പേരിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് KSEB പോയത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. എന്തായാലും ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായി
തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും ഈ പ്രശ്നത്തിൽ ഉടനടി സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളടക്കം ആവശ്യപ്പെടുന്നത്. വേണു. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതി ഡോക്ടർ റുവൈസിന്റെ PG പഠനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. റുവൈസിനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. പഠനം തുടരാമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ അപ്പീലിലാണ് നടപടി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? ഈ ഡോക്ടർ റുവൈസിന്റെ PG പഠനം സിംഗിൾ ബെഞ്ച് പഠനം തുടരുന്നതിനുള്ള അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച അപ്പീലിലാണ്, അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് സമർപ്പിച്ചത്. ആ അപ്പീലിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. അതായത് റുവൈസിന്റെ PG പഠനം ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരിക്കുന്നു. PG പഠനത്തിന് പുനഃപ്രവേശനം നൽകണമെന്ന ഉത്തരവാണ് തടഞ്ഞത്. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ. റുവൈസിനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. കട്ടപ്പന കാഞ്ചിയാറിലെ ഇരട്ട കൊലപാതകത്തിൽ പ്രതികളുമായി വീണ്ടും തെളിവെടുപ്പ്. മുഖ്യപ്രതി നിതീഷിനെയും കൂട്ടുപ്രതി വിഷ്ണുവിനെയും കാഞ്ചിയാറിലെ വാടക വീട്ടിലെത്തിച്ചു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇരു പ്രതികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഏത് രൂപത്തിലുള്ള തെളിവെടുപ്പും അന്വേഷണവുമാണ് മുന്നോട്ട് പോകുന്നത്? വേണു, ഈ മുഖ്യപ്രതി നിതീഷിനെ മാത്രമാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നത്. നിതീഷിന്റെ കൂട്ടാളി വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ കിട്ടിയിരുന്നു. നിതീഷിന്റെ പല മൊഴികളും വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് ഒന്നുകൂടി പല കാര്യങ്ങളിലും ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവന്നുള്ള ഒരു തെളിവെടുപ്പും ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കും പോലീസ് കടന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ രണ്ടുപേരെയും ഒരുമിച്ച് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കാഞ്ചിയാറിൽ വിജയനെ തലക്കടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തും തെളിവെടുപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ വിഷ്ണുവിന്റെ മാതാവിനെയും കൂടി ഇവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. കളമശ്ശേരിയിൽ നടു റോഡിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നു. പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 9:30യോടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. ഈ കാണുന്ന പ്രദേശത്ത്, അതായത് കളമശ്ശേരി AKG റോഡാണിത്. ഈ AKG റോഡിലാണ് ഈ സംഭവം നടന്നത്. നീനു സാധാരണഗതിയിൽ ഇതുവഴിയാണ് നീനു ഹാർഡ്വെയർ സ്ഥലത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്യുന്നത്. ഇന്നും പതിവ് പോലെ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അഷൽ എത്തി തടഞ്ഞു നിർത്തി സംസാരിക്കുന്നതിനിടയിലാണ് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നീനുവിൻ്റെ കഴുത്തിന് വെട്ടിയത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. തുടർന്ന് ഇയാൾ വാഹനം ഓടിച്ച് അങ്ങോട്ട് കടന്നു കളഞ്ഞിരുന്നു. പിന്നാലെ നീനു അവിടെ നിന്ന് ഓടി ഏകദേശം ഒരു 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 20 മീറ്റർ ഇപ്പുറത്തേക്ക് എത്തി. അപ്പോഴാണ് നാട്ടുകാരെല്ലാവരും ഇക്കാര്യം അറിയുന്നത്. തുടർന്ന് നാട്ടുകാരാണ് നീനുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം കിൻഡർ ആശുപത്രിയിലും പിന്നീട് ഗുരുതര അവസ്ഥയായതിനെ തുടർന്ന് അവിടെ നിന്ന് അമൃത ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ഇരുവരും തമ്മിൽ ഏറെ നാളായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അയാൾ നേരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ നടത്തില്ല. സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച ശേഷമേ മസ്റ്ററിംഗ് നടത്താനാകൂ എന്ന് കേന്ദ്രത്തെ അറിയിച്ചു. റേഷൻ വിതരണം തടസ്സപ്പെടില്ല എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, എന്താണ് ഭക്ഷ്യവകുപ്പിന്റെ നിലപാട്? ഈ മാർച്ച് 31 എന്നത് കേന്ദ്രം അനുവദിച്ച സമയത്തിന്റെ പരിധിയായിരിക്കുന്നതുകൊണ്ട് എന്താണ് മുന്നോട്ടുള്ള വഴിയായി കാണുന്നത്? തുടർന്ന് അല്ലെങ്കിൽ സെർവർ തകരാറിനെ തുടർന്നാണ് സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് പൂർണ്ണമായും തടസ്സപ്പെടുകയും പിന്നീട് അത് നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനമായി എടുത്തിരിക്കുന്നത്. ഈ സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് നടത്താൻ കഴിയൂ എന്ന നിലപാട് കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം വേണു സൂചിപ്പിച്ച പോലെ മാർച്ച് 31 മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്
NICയുടെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളാണ്. സെർവർ തകരാറുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മസ്റ്ററിംഗ് ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമോ അതിനു മുമ്പോ സെർവർ പ്രശ്നം പരിഹരിച്ച് മസ്റ്ററിംഗ് നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനം എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ ഇതിലൂടെ ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉറപ്പ് കൂടി സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈദരാബാദ് NIC സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചു എന്ന് അറിയിച്ചതിന് ശേഷം മസ്റ്ററിംഗ് തുടങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. വേണു, വി ഗിരീഷാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പൊതുതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കളുടെ കൂടുമാറ്റം തുടരുന്നു. ഒഡീഷയിൽ കോൺഗ്രസ് MLA അതിരാജ് മോഹൻ പാർട്ടി വിട്ടു. ബിജു ജനതാദളിൽ ചേരുമെന്നാണ് സൂചന. ജാർഖണ്ഡിൽ BJP MLA ജയപ്രകാശ് ഭായ് പട്ടേൽ കോൺഗ്രസിൽ ചേർന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് ഈ കൂടുമാറ്റത്തിന്റെ വിവരങ്ങൾ? വേണു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇത്തരത്തിൽ BJPയിൽ നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും കൂടുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഖരിയാർ MLA ആയിരുന്ന അതിരാജ് മോഹൻ പനിക്കയാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJDയിലേക്ക് ചേരാൻ ഒരുങ്ങുന്നത്. പ്രധാനമായി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന് കോൺഗ്രസ് MLA ആയിരുന്ന അതിരാജ് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. അതേസമയം എന്താണ് ഈ പാർട്ടി വിടുന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഉത്തരം എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. മറ്റു യാതൊരു കാരണങ്ങളും പാർട്ടിയിൽ ഇല്ല എന്നതിനാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJD സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ജാർഖണ്ഡിലുള്ള BJP MLA ജയപ്രകാശ് ഭായ് പട്ടേലാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. റാഞ്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പവൻ ഖേരിയും അതോടൊപ്പം തന്നെ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പോൾ BJPയിലേക്ക് ജയപ്രകാശ് ഭായ് പട്ടേലിനെ അംഗത്വം നൽകി. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇപ്പോൾ ഈ BJPക്കുണ്ടായ ഈ തിരിച്ചടി. അതോടൊപ്പം ഇത്തവണത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ജയപ്രകാശ് പട്ടേലിനെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ആദ്യഘട്ട ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി DMKയും AIADMKയും 11 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 21 പേരുടെ പട്ടികയാണ് DMK പുറത്തുവിട്ടത്. 16 സീറ്റുകളിലാണ് AIADMK സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കും, ഗവർണർ നിയമനം സംസ്ഥാനത്തിന്റെ അനുമതിയോടെയാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി DMK പ്രകടന പത്രികയും പുറത്തുവിട്ടു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, എന്താണ് വിവരങ്ങൾ? വേണു, 21 ലോക്സഭാ സീറ്റുകളിലേക്കാണ് DMK മത്സരിക്കുന്നത്. ഈ 21 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്നതിൽ 11 പേർ പുതുമുഖങ്ങളാണ്. ഇന്നിപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ 11 പേർ പുതുമുഖങ്ങളാണ്. അതിൽ സെൻട്രൽ ചെന്നൈയിൽ നിന്ന് ദയാനിധിമാരൻ ജനവിധി തേടും. ശ്രീപെരുമ്പത്തൂരിൽ നിന്ന് TR ബാലു, അതുപോലെ തന്നെ അരക്കോണത്ത് നിന്ന് ജഗത് രക്ഷകൻ തന്നെ മത്സരിക്കും. കള്ളാക്കുറിശ്ശിയിൽ K മലയരസൻ മത്സരിക്കും. മാത്രമല്ല നീലഗിരിയിൽ നിന്ന് A രാജ, അതുപോലെ തൂത്തുക്കുടിയിൽ നിന്ന് കനിമൊഴി, അങ്ങനെ തേനിയിൽ നിന്ന് തങ്കത്തമിഴ് ചെലവൻ, അങ്ങനെ നിലവിലുള്ള MP മാരെല്ലാം തന്നെ മത്സരിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ 11 പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്തായാലും DMKയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് DMKയുടെ പ്രകടന പത്രിക കൂടി ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CAA റദ്ദാക്കും, അതുപോലെ തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നും പറയുന്നു. മാത്രമല്ല ഗവർണർമാരുടെ നിയമനം അത് സംസ്ഥാനങ്ങളുടെ അനുമതിയോടെ മാത്രമാക്കുന്ന ഒരു മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.